Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ അയല കറിയുടെ റെസിപ്പിയാണ്. അയലക്കറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി ചൂടാക്കാം. മൺചട്ടിയിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നമ്മളിന്ന് 1 കിലോ അയലയാണ് ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി നമുക്കിതിലേക്ക് കടുക് ഇടാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങി നമ്മളിതിലേക്ക് ഒരു 2 ഉണക്കമുളക്, അതേപോലെ 1/2 കപ്പ് ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്. ചുവന്നുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം, അതുവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അതിനായിട്ട് വെളുത്തുള്ളി, ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 7-8 ചുവന്നുള്ളി, ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് പുളി, ഈ ഒരു വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. അപ്പം നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും കൂടിയിട്ടാണ്. ഇവിടെ ചുവന്നുള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി, കുറച്ചും കൂടെ ഒന്ന് മൂക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഈ ഒരു നിറത്തിലായി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിനകത്തേക്ക് ഇഞ്ചി ചതച്ചതും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തേക്കുന്നത്. ഇതിൻ്റെ പച്ചമണം മാറണം, അതുവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇവിടെ ഇട്ടത് കാശ്മീരി മുളക് പൊടിയായിരുന്നല്ലോ. ഇത് നമുക്ക് എരിവിന് കണക്കാക്കി 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇടാം. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുമ്പോൾ നല്ല നിറം കിട്ടും, മാത്രമല്ല വലിയ എരിവും ഉണ്ടാകത്തില്ല, കറിക്ക് ഒരു കൊഴുപ്പും കിട്ടും. ഈ മുളകിൻ്റെ മിക്സറൊക്കെ നന്നായിട്ട് മൂത്തു, ഈ ഒരു വരുവായി, കളറൊക്കെ കണ്ട. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, അപ്പം 1 പച്ചമുളകും കൂടെ. ഈ ടൊമാറ്റോസ് ഒന്ന് വെന്തുടയണം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ടൊമാറ്റോസിൽ നിന്നുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ടൊമാറ്റോസ് വെന്തുടയും. ഇപ്പം നോക്കിയാൽ ടൊമാറ്റോസും വെന്തുടഞ്ഞു, എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പുളി ഒഴിക്കും. ഇത് വാളൻ പുളിയാണ്, നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന ടൈപ്പ് പുളി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഗ്രേവി ആക്കി എടുക്കാം. ഇപ്പം നല്ല തിക്കാണ്. വെള്ളം ഒഴിച്ച ശേഷം ടേസ്റ്റ് ചെയ്യുക. ഉപ്പ് ഒരു പൊടിക്ക് മുമ്പിലായിരിക്കണം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മീൻ ചേർക്കും. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് അയല ഇടാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന 1 കിലോ അയലയാണ്. 7 എണ്ണം ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ളായിട്ടാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറുക്കിയിട്ടിടാം, 3ആയിട്ട് കട്ട് ചെയ്തിട്ടിടാം. ഇതിലേക്ക് കുറച്ച് പനീലുണ്ട്, മീൻമുട്ട, അതുകൂടെ ചേർക്കാം.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഞെരടിയിട്ടിടാം, നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചെറിയ തീയിൽ 10 മിനിറ്റോളം കുക്ക് ചെയ്യുമായിരുന്നു. ഞാൻ ചെക്ക് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞു. മീൻ കുക്ക് ചെയ്യാൻ സാധാരണ ഒരു 8 മിനിറ്റ് സമയമൊക്കെ എടുക്കത്തുള്ളൂ. നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കാതെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പം കാണുമ്പോൾ അറിയാം നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കാണ്. ഉപ്പ് മാത്രം അവരവരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഓഫ് ചെയ്യാം. എനിക്കിവിടെ ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. ഓഫ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്രഷ് ആയിട്ടിടാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന അയലക്കറിയുടെ രുചി പറയുകയാണെങ്കിൽ ഉപ്പ്, പുളി, എരിവും ഒക്കെ പാകത്തിന്. വലിയ എരിവില്ല. നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചത് കൊണ്ട് വലിയ എരിവില്ലാതെ പാകത്തിനുള്ള എരിവേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാൻ ഏറ്റവും നല്ലത് പാൽക്കപ്പയുടെ കൂടെയോ അല്ലെങ്കിൽ വേവിച്ച കപ്പയുടെ, പുഴുങ്ങിയ കപ്പയുടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും നന്നായിട്ട് പോകുന്നൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.